നമസ്കാരം. നോനിയുടെ അത്ഭുത ലോകത്തിലേക്ക് സ്വാഗതം. മനുഷ്യരാശിക്ക് പ്രകൃതി തന്ന വരദാനം മുറിൻഡ സിട്രിഫോളിയ എന്ന മരത്തിൽ നിന്നും ഉണ്ടായതാണ് നോനി. മോറസ് ഇൻഡിക്കസ് എന്ന ലത്തീൻ വാക്കിൽ നിന്നാണ് മുറിൻഡ എന്ന വാക്കുണ്ടായത്. മോറസ് എന്നാൽ മൾബറി, ഇൻഡിക്കസ് എന്നാൽ ഇന്ത്യ. ദിവസവും നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള 155ഓളം ന്യൂട്രാസ്യൂട്ടിക്കൽസ് നോനിയിൽ അടങ്ങിയിരിക്കുന്നു. ഈ 155 ന്യൂട്രാസ്യൂട്ടിക്കൽസ് ശരിയായ അളവിലും നമ്മുടെ ശരീരത്തിന് വലിച്ചെടുക്കാവുന്ന വിധത്തിലുമാണ് നോനിയിൽ അടങ്ങിയിരിക്കുന്നത്. നോനി ശക്തിയുള്ള ഒരു വിഷനാശിനിയാണ്. പല മാർഗങ്ങളിലൂടെ നമ്മുടെ ശരീരത്തിൽ വിഷാംശങ്ങൾ കടന്നുകൂടും. ഭക്ഷണത്തിലൂടെ, കുടിക്കുന്ന വെള്ളത്തിലൂടെ, ശ്വസിക്കുന്ന വായുവിലൂടെ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ കൂടെ, ടൂത്ത് പേസ്റ്റിലൂടെ, അങ്ങനെ പല വഴികളിലൂടെയും കലരുന്നു. ഇതുപോലെയുള്ള വിഷാംശങ്ങളും രാസവസ്തുക്കളും സ്വീകരിക്കത്തക്ക ശക്തി നമ്മുടെ ശരീരത്തിനില്ല. ഈ വിഷാംശങ്ങൾ നമ്മുടെ ശരീരത്തിലെ സെല്ലുകളിന്മേൽ അടുക്കടുക്കായി പറ്റിക്കൂടുന്നു. സെല്ലുകൾ തമ്മിൽ ബന്ധപ്പെടുവാൻ സെൽ മെമ്പറേനുകൾ മൃദുവായിരിക്കണം. സെല്ലുകളുടെ മെമ്പറേനുകൾ മൃദുവല്ലാത്ത അവസ്ഥയിൽ സെല്ലുകൾ തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെടും. ഇങ്ങനെ സെല്ലുകൾ തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിൽ നോനി ജ്യൂസ് കൊണ്ടുള്ള പ്രയോജനം വളരെ വളരെ വലുതാണ്. നോനി ജ്യൂസ് സെല്ലുകളിൽ അടിഞ്ഞുകൂടിയ വിഷാംശം അകറ്റി സെല്ലുകൾ തമ്മിലുള്ള ബന്ധം പുനഃസ്ഥാപിക്കുന്നു. വിഷാംശങ്ങൾ സെൽ മെമ്പറേനുകളിൽ അടിയുമ്പോൾ അവയിലുള്ള ദ്വാരങ്ങൾ അടയുകയും ഇതിനാൽ ഭക്ഷണത്തിലെ മൈക്രോ ന്യൂട്രിയന്റുകൾക്ക് സെല്ലുകളിൽ പ്രവേശിക്കാൻ കഴിയാതെയുമാവുന്നു. നോനി ശരീരത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള വിഷാംശങ്ങളെ അകറ്റി നമ്മുടെ ശരീരത്തെ പരിരക്ഷിക്കുന്നു, സെല്ലുകളെ ബലപ്പെടുത്തുന്നു. മനുഷ്യരാശിക്ക് പ്രകൃതി തന്ന വരദാനമായ നോനി ജ്യൂസ് നമ്മൾ ദിവസേന കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ശക്തിയും ഉന്മേഷവും ലഭിക്കും. നമ്മൾ അസുഖം വന്നാൽ ഒരു ഡോക്ടറെ കാണാൻ പോകും. ഡോക്ടർ നമുക്ക് മരുന്നുകൾ എഴുതിയും തരും. എന്നാൽ ചില സമയങ്ങളിൽ ആ മരുന്നുകൾ ഫലപ്രദമാകാറില്ല. കാരണം ഡോക്ടർ തരുന്ന മരുന്നുകൾ സെല്ലുകളിലേക്ക് പോകാതെ പുറത്ത് തങ്ങി നിൽക്കുന്നു. അതിനാൽ അസുഖം ഭേദമാകുന്നുമില്ല. നോനി ജ്യൂസ് കുടിക്കുന്നവരുടെയൊക്കെ സെൽ മെമ്പറേനുകളിലെ ദ്വാരങ്ങൾ തുറന്ന് ഭക്ഷണത്തിലും മരുന്നിലുമുള്ള സത്തുക്കൾ സെല്ലുകളിൽ പ്രവേശിക്കാൻ സഹായിക്കുന്നു. അതിനാൽ കഴിക്കുന്ന മരുന്നുകളും സെല്ലിനകത്തേക്ക് പ്രവേശിച്ച് അത് ശരിക്ക് പ്രവർത്തിച്ച് രോഗം പെട്ടെന്ന് ഭേദമാക്കുന്നു. നോനി ഒരു ഉത്തമ സെല്ലുലാർ ഫുഡാണ്. ഇത് ശരീരത്തിന്റെ എല്ലാ സെല്ലുകളെയും ആരോഗ്യമുള്ളതാക്കി നിലനിർത്തുന്നു. സെല്ലുകൾ ആരോഗ്യമുള്ളതാകുമ്പോൾ ടിഷ്യൂക്കളും ആരോഗ്യമുള്ളതാകുന്നു, അവയവങ്ങൾ ആരോഗ്യപൂർണ്ണമാകുന്നു, നമ്മുടെ ബോഡി സിസ്റ്റവും ആരോഗ്യപൂർണ്ണമാകുന്നു, നാമും ആരോഗ്യപൂർണ്ണരാകുന്നു. എന്നാൽ സെല്ലുകൾക്ക് ആരോഗ്യം നഷ്ടപ്പെട്ടാൽ ടിഷ്യൂക്കൾക്കും അവയവങ്ങൾക്കും ആരോഗ്യം നഷ്ടപ്പെട്ട് എല്ലാം ബലഹീനമായി നമ്മുടെ ആരോഗ്യവും കുറഞ്ഞു പോകുന്നു. നോനി ജ്യൂസ് ശക്തിയുള്ളതും സുരക്ഷിതവുമായ ഒരു വേദന സംഹാരിയാണെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. മാർക്കറ്റിൽ ലഭിക്കുന്ന വേദന സംഹാരികൾ നമ്മൾ തുടർന്ന് ഉപയോഗിച്ചാൽ അത് തീർച്ചയായും പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുന്നു. കോക്സ് എൻസൈമുകൾ കാരണമാണ് വേദന ഉണ്ടാകുന്നത്. കോക്സിൽ 2 തരമുണ്ട്, കോക്സ് 1, കോക്സ് 2. കോക്സ് 1 ഒരു നല്ല എൻസൈമാണ്. ഇത് വയറിന്റെയും കുടലിന്റെയും ഉൾഭാഗത്തായിട്ടാണ് ഉള്ളത്. കോക്സ് 2 എന്ന എൻസൈം കാരണമാണ് നമ്മുടെ ശരീരത്തിൽ വേദനയും വീക്കവും എല്ലാം ഉണ്ടാകുന്നത്. വേദന സംഹാരി കഴിക്കുമ്പോൾ നല്ല എൻസൈമായ കോക്സ് 1ഉം 2ന്റെ കൂടെ മുഴുവനായി ഇല്ലാതാകുന്നു. അതുകൊണ്ട് വയറിനും കുടലിനും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. എന്നാൽ നോനി കഴിക്കുമ്പോൾ അത് കോക്സ് 2നെ മാത്രം ഇല്ലാതാക്കുന്നു. അതുകൊണ്ട് നോനി ഒരു സുരക്ഷിതമായ വേദന സംഹാരിയാണെന്നും പാർശ്വഫലങ്ങൾ ഇല്ലെന്നും ഉറപ്പിക്കാം. യഥാർത്ഥത്തിൽ നോനി ഒരു ഔഷധ ഗുണമുള്ള ജ്യൂസ് തന്നെയാണ്. ഒരു വേദന സംഹാരിയാണെന്നും പാർശ്വഫലങ്ങൾ ഇല്ലാത്ത വിശ്വസിക്കാവുന്ന ഒരു ജ്യൂസാണെന്നും സംശയാതീതമായി തെളിഞ്ഞിരിക്കുന്നു. നോനി ജ്യൂസ് നമ്മുടെ ശരീരത്തിലെ സെറോട്ടോണിൻ, എൻഡോർഫിൻസ് എന്നിങ്ങനെ നല്ല കെമിക്കലുകൾ വേണ്ടത്ര അളവിൽ ചുരത്താൻ സഹായിക്കുന്നു. ഇങ്ങനെ നമ്മുടെ ശരീരത്തിലെ പിരിമുറുക്കം എത്രയാണെങ്കിലും കുറയ്ക്കുന്നു. പിരിമുറുക്കമാണ് എല്ലാ രോഗങ്ങളുടെയും അടിസ്ഥാന കാരണമെന്ന് നമുക്കറിയാം. നോനി വേണ്ടത്ര സെറോട്ടോണിൻ, എൻഡോർഫിൻസ് എന്നിവ ചുരത്താൻ സഹായിച്ച് നമ്മുടെ ശരീരത്തെ യാതൊരു അസ്വസ്ഥതകളും ഉണ്ടാകാതെ നിലനിർത്തുന്നു. കൂടാതെ രോഗപ്രതിരോധ ശക്തി നമ്മുടെ വർദ്ധിപ്പിക്കാൻ നോനി ജ്യൂസ് നമ്മളെ സഹായിക്കുന്നു. 1960കളിൽ ജനങ്ങൾക്കുണ്ടായിരുന്ന രോഗപ്രതിരോധ ശക്തിയുടെ 60% താഴെ മാത്രമേ ഇപ്പോഴത്തെ ജനങ്ങൾക്കുള്ളൂ എന്ന് നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ മനസ്സിലാക്കിയിരിക്കുന്നു. രോഗപ്രതിരോധ ശേഷി നമ്മെ വൈറസിൽ നിന്ന്, ബാക്ടീരിയയിൽ നിന്ന്, പകർച്ചവ്യാധികളിൽ നിന്നെല്ലാം രക്ഷിക്കുന്നു. രോഗാണുക്കളെ നശിപ്പിക്കുന്നതിന് പകരം രോഗപ്രതിരോധ സെല്ലുകൾ നമ്മുടെ ശരീരത്തിലെ സെല്ലുകളെ തന്നെ ആക്രമിക്കുന്ന സന്ദർഭങ്ങളുമുണ്ട്. ഇതുകൊണ്ട് നമുക്ക് ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ വരുന്നു. ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ എന്നാൽ ഡയബറ്റീസ്, ആർത്രൈറ്റിസ്, ലൂപ്പസ് ഇതുപോലെയുള്ള പല രോഗങ്ങളുമാണ്. നോനി ജ്യൂസ് കഴിക്കുമ്പോൾ ശരീരത്തിലെ രോഗപ്രതിരോധ ശക്തിയെ ക്രമീകരിച്ച് ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ വരാതെ ചെറുക്കുന്നു. നമ്മുടെ ശരീരം ഒരു രാസപ്രവർത്തന ഫാക്ടറി പോലെയാണ്.
സംസാരിക്കുമ്പോൾ, നടക്കുമ്പോൾ, കേൾക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരു രാസപരിവർത്തനം നടന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു വസ്തു മറ്റൊരു വസ്തുവായി പരിവർത്തനം ചെയ്യപ്പെടുന്നു. ഇങ്ങനെ നിരന്തരമായി പരിവർത്തനം നടക്കുന്ന നമ്മുടെ ശാരീരിക പ്രവർത്തനത്തിന് ആവശ്യമായ നൈട്രിക് ഓക്സൈഡ് എന്ന ഗ്യാസ് മോളിക്യൂൾ നമ്മുടെ ശരീരം തയ്യാറാക്കിക്കൊണ്ടേയിരിക്കുന്നു. നോനി ജ്യൂസ് കഴിച്ചാൽ നമ്മുടെ ശരീരം വേണ്ടത്ര നൈട്രിക് ഓക്സൈഡ് തയ്യാറാക്കുമെന്ന് ഗവേഷണങ്ങൾ തെളിയിക്കുന്നു. ശരീരത്തിന്റെ രാസപ്രവർത്തനങ്ങൾ നന്നായിരിക്കുമ്പോൾ ശരീരം ആരോഗ്യപൂർണ്ണമായിരിക്കും. നോനി ജ്യൂസ് ആരോഗ്യകരമായ സെല്ലുകളെ കൂടുതൽ ആരോഗ്യകരമാക്കുകയും ആരോഗ്യം കുറഞ്ഞ സെല്ലുകളുടെ ആരോഗ്യം വീണ്ടെടുക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം കൊണ്ട് നോക്കുമ്പോൾ നോനി ജ്യൂസ് ആരോഗ്യമുള്ളവർക്കും ആരോഗ്യമില്ലാത്തവർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്നു. നോനി ജ്യൂസ് വളരെ ശക്തിയുള്ള ഒരു അഡോപ്റ്റജനായി പ്രവർത്തിക്കുന്നു. അഡോപ്റ്റജൻ എന്നാൽ നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനശേഷി നോർമൽ ആക്കുന്ന ഒരു വസ്തുവാണ്. കൂടാതെ നമ്മുടെ പിരിമുറുക്കവും കുറയ്ക്കുന്നു. നമ്മുടെ ശരീരത്തിന് സ്വയം ചികിത്സിക്കാനുള്ള ശക്തി പ്രകൃതിയുടെ വരദാനമായി ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്കൊരു മുറിവുണ്ടായാൽ അത് സ്വയം ഉണങ്ങുന്നത്. ഇതിനെയാണ് സ്വയം ചികിത്സാ സമ്പ്രദായം എന്ന് പറയുന്നത്. ഈ ശക്തി നമ്മുടെ ശരീരത്തിന് ഉണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന മരുന്ന് ശരിക്കും പ്രവർത്തിക്കും. ഈ ശക്തി നമ്മുടെ ശരീരത്തിന് ഇല്ലെങ്കിൽ എന്തു മരുന്ന് കഴിച്ചാലും ഫലമുണ്ടാവുകയില്ല. നോനി ജ്യൂസിലുള്ള സെല്ലുലാർ പ്രവർത്തനം നമ്മുടെ ശരീരത്തിലെ സ്വയം ചികിത്സാ സമ്പ്രദായത്തെ ബലപ്പെടുത്തുന്നു. അതുകൊണ്ട് നമ്മൾ എന്തിനെങ്കിലും കഴിക്കുന്ന മരുന്നും ശരീരത്തിൽ പ്രവർത്തിക്കുന്നു. ഈ നോനി ജ്യൂസ് ദഹനശക്തി അധികരിക്കുന്നു, കുടലിന്റെ പ്രവർത്തനം ക്രമീകരിച്ച് ഊർജം അധികരിച്ച് ഉറക്കം നന്നായി, മൊത്തത്തിൽ ആരോഗ്യവും നിലനിർത്തുന്നു. സത്യത്തിൽ ഇത് തന്ന പ്രകൃതിയോട് നാം നന്ദി പറയണം. ഈ ജ്യൂസ് പരിചയപ്പെടുത്തിയ വ്യക്തിയോടും നന്ദി പറയണം. ലവ് യു ഓൾ. താങ്ക് യു.